ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നോമ്പിൻ്റെ 2-ാം ഞായറാഴ്ചയായി ഇന്ന് യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നാം ധ്യാനിക്കുന്നത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക എന്നാൽ മരിച്ച ഒരാളെ ഉയർപ്പിക്കുന്നതിന് തുല്യമാണ്. അന്ന് കുഷ്ഠം മരണത്തേക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നായി കരുതിയിരുന്നു. കാരണം കുഷ്ഠം ബാധിച്ച ഒരാൾ സുഖപ്പെടുക എന്നത് അത്രയ്ക്കും അസാധ്യമായിരുന്നു. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തിയത് തന്നെ ഒരത്ഭുതമാണ്. കാരണം കുഷ്ഠം ഏറ്റവും വലിയ സാംക്രമിക രോഗമാണ്. സ്വയം ഒറ്റപ്പെടുത്തുക മാത്രമല്ല, മറ്റുള്ളവർക്കും രോഗം പകരാതിരിക്കാൻ സ്വയം അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അകന്നു മാറിക്കൊള്ളണം എന്നെല്ലാം ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. യേശു ഒരിക്കലും തന്നെ തള്ളിക്കളയുകയില്ല, തീർച്ചയായും സുഖപ്പെടുത്തും എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ് ആരെയും ഭയപ്പെടാതെ പട്ടണത്തിൽ ആയിരിക്കുന്ന യേശുവിൻ്റെ അടുത്ത് വന്ന് അവിടുത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നത്. കുഷ്ഠരോഗി യേശുവിനോട് സൗഖ്യമല്ല, ശുദ്ധിയാണ് ആവശ്യപ്പെടുന്നത് എന്നതാണ് 3 സുവിശേഷ ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എല്ലാവിധ അശുദ്ധിയിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള വിടുതലാണ് രോഗി ആഗ്രഹിക്കുന്നത്. സാധാരണ സാംക്രമിക രോഗങ്ങളിൽ രോഗാണുക്കൾ സമീപങ്ങളിലേക്ക് പകരുന്നതിന് പകരം ഇവിടെ യേശുവിൽ നിന്നും ദൈവിക ശക്തി രോഗിയിലേക്ക് പകർന്ന് രോഗിയെ സുഖപ്പെടുത്തുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എലീശാ പ്രവാചകൻ നാമാനെ സുഖപ്പെടുത്തുന്നത് വിവരിക്കുന്നുണ്ട്. അവിടെ നാമാൻ പ്രതീക്ഷിച്ചത് പ്രവാചകൻ തൻ്റെ അടുത്ത് വന്ന് കൈ വീശിയെങ്കിലും സുഖപ്പെടുത്തുമെന്നാണ്. എന്നാൽ എലീശാ പ്രവാചകൻ നാമാൻ്റെ അടുത്തു പോലും പോകാതെ ഫൃത്തിനെ അയച്ച് ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ യേശു ഇവിടെ കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തുന്നു. അവിടത്തേക്ക് വേണമെങ്കിൽ സുഖപ്പെടുത്താൻ ഒരു വചനത്തിൻ്റെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അടുത്തു ചെല്ലാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യത്തിൽ യേശു സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു. അങ്ങനെ ശാരീരികവും മാനസികവുമായ പരിപൂർണ സൗഖ്യം രോഗിക്ക് ലഭിക്കുന്നു. നാം എളിയവരോടും പാവപ്പെട്ടവരോടും രോഗികളോടുമെല്ലാം എപ്രകാരമാണ് പെരുമാറുന്നത്? നമുക്ക് മറ്റുള്ളവരോട് കരുണയോടെ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം. ദൈവമേ, യഥാർത്ഥ വിനയത്തോടെ സ്നേഹത്തോടെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.